നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ബഹുമാനപ്പെട്ട എന്ന് തന്നെ വിളിക്കണമെന്നൊന്നും അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മൗനത്തിലാണ്, ഞങ്ങളോടൊന്നും മിണ്ടുന്നില്ല എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പരിഭവം പറയുന്ന പോലെയായിരുന്നു. മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ അദ്ദേഹം പോകുന്നിടത്തൊക്കെ മൈക്കുമായിട്ട് ചെല്ലുന്നുണ്ട്. കാര്യം മാധ്യമപ്രവർത്തകർ ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നതിലൂടെയാണ് ജനം അറിയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്ന പരാതി ഒരു 3 ദിവസം അടുപ്പിച്ചുണ്ടായിരുന്നു. അല്ല, എന്തായാലും ഒരു 3 ദിവസം അദ്ദേഹം മിണ്ടിയില്ല എന്ന് പറഞ്ഞു. അതിന് ഇത്രയും പരിഭവിക്കേണ്ട കാര്യമുണ്ടോ മുഖ്യധാരാ മാധ്യമങ്ങൾ? നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നിങ്ങൾക്കിപ്പം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന പേര് മാപ്രകൾ എന്നാണ്. എന്തിനാണ് അങ്ങനെ ഒരു ചുരുക്കപ്പേര് നിങ്ങളായിട്ട് വാങ്ങി പിടിച്ചത്? ഏതായാലും സംഭവം നമ്മളെ വി.ഡി. സതീശൻ സാറ് ഡൽഹിയിൽ പോയിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് മിണ്ടുന്നില്ല എന്ന പരാതി വന്നത്, അത് നമ്മൾ പറയണം. അദ്ദേഹം ഡൽഹിയിൽ പോയി. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ അദ്ദേഹം ഡൽഹിയിൽ പോവേണ്ടത് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി പണി ചെയ്യുകയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പണി ചെയ്യുന്ന അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ കാണാൻ പോകുന്നു. അവിടെ നിന്ന് അദ്ദേഹം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ പോകുന്നു. അമിത്ഷായെ കാണാൻ പോയ ശേഷം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ പോകുന്നു. ഈ പോകുന്നിടത്തൊക്കെ തന്നെ മൈക്കോട്ട് ഇങ്ങനെ ചാടി ചെന്നതിൻ്റെ കാരണം അദ്ദേഹം ഡൽഹി പോയ അവസരത്തിൽ ഇവിടെ ഒരു വൻ ഭൂകമ്പമാണ് നടന്നത്. ഭൂകമ്പം മറ്റൊന്നുമല്ല, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടെ ഒരു 12 ഇടത്ത് ഈടി അങ്ങ് റെയ്ഡ് നടത്തുകയാണ്. മാസപ്പടി കേസ്. അദ്ദേഹത്തിൻ്റെ മോള് ഈ പറയുന്ന പോലെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMRL, അതായത് കരിമണൽ കർത്ത മുതലാളിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി, ചെയ്യാത്ത ജോലിക്ക് കാശ് വാങ്ങി. കോടതി പറഞ്ഞു അന്വേഷിക്കണം. ഇടി ഉദ്യോഗസ്ഥര് ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങി, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ നടത്തി. ഈ ഓപ്പറേഷൻ അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന രീതിയിൽ ബേക്കറി ജംഗ്ഷനിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലും വാടക വീട്ടിലും അവിടുന്ന് നേരെ അവർ ഈ പറയുന്ന രീതിയിൽ 12 ഇടങ്ങളിലാണ് അവർ ഈ ED റെയ്ഡ് നടത്തിയത്. അത് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട സതീഷ് ഏട്ടൻ, മാധ്യമപ്രവർത്തകർക്ക് പലർക്കും സതീഷ് ഏട്ടനാണ്. സതീഷ് ഏട്ടൻ ഡൽഹിയിലായിരുന്ന സമയത്ത്, അപ്പോൾ സതീഷ് ഏട്ട നിങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത് ഇത് നടന്നു എന്ന് പറയുന്നുണ്ട്. സതീഷ് ഏട്ട എന്താ പറയാനുള്ളത്? CM എന്താ പറയാനുള്ളത്? ഇങ്ങനെ മൈക്കുമായിട്ടാണ് പിറകെ പോയത്. അപ്പോൾ ഇങ്ങനെ CM-ന്റെ പിറകെ പോയപ്പോൾ അദ്ദേഹം സ്വസ്ഥമായൊരു ചിരി, നല്ല രസകരമായ ചിരിയാണ്, നല്ല പുഞ്ചിരി, അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി. അങ്ങനെ അദ്ദേഹം ചിരിച്ചങ്ങ് മാറി. കാര്യം അദ്ദേഹത്തിന് പഠിക്കണമല്ലോ. CMRL മുതലാളി കർത്തയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ 2 ആശാന്മാരുണ്ട്. അദ്ദേഹത്തിന് വരെ, മുഖ്യമന്ത്രിക്ക് വരെ, പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഇലക്ഷൻ അടുപ്പിച്ച് കൊടുക്കും എന്നൊക്കെ കഥകളില്ലേ, അതുപോലെ ആ കാര്യം അദ്ദേഹത്തിന് പഠിക്കണം. അപ്പോൾ 12 ഇടങ്ങളിൽ റെയ്ഡ് കടന്നു. എന്താ CM നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം മിണ്ടിയില്ല, അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റിയില്ല. അദ്ദേഹം പഠിക്കണ്ടേ, പഠിച്ചല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ അദ്ദേഹം കടക്ക് പുറത്ത് എന്ന് അദ്ദേഹം ഇറങ്ങി വന്നിട്ട്, നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്, കേരള ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ നിൽക്കുന്നത്, കടക്ക് പുറത്ത്. ആ മരണപ്പെട്ടുപോയ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഇതായിട്ടങ്ങ് വളരെ ഒരു തഞ്ചത്തിൽ കാര്യങ്ങൾ നോക്കി നടത്തി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ കൈകെട്ടിന്ന് അദ്ദേഹം നിർവികാരനായി ഒരു ചിരി വിരിച്ച അദ്ദേഹം നിന്ന്. അപ്പോൾ ആ സംഭവം എന്തായാലും സതീഷ് ഏട്ടൻ കാണിച്ചില്ല. കേരള ഹൗസിൽ അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹം പോയെടുത്ത് എല്ലാം ഡൽഹിയിൽ ചെന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നു. എന്നാലും സതീഷ് ഏട്ടൻ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലല്ലോ. എന്താ പറഞ്ഞോളൂ. അദ്ദേഹം ക്യാബിനറ്റ്, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ യോഗം ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം വന്നു. ക്യാബിനറ്റിലെ കാര്യങ്ങളെല്ലാം, അതായത് അന്ന് നയപ്രഖ്യാപനം ഉണ്ടായിരുന്ന ദിവസമാണ്. നിയമസഭയിൽ നയപ്രഖ്യാപനം കഴിഞ്ഞ ശേഷം അദ്ദേഹം വന്നതാ. അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് ED റെയ്ഡിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം അത്രയും സമയം ഞാൻ മിണ്ടിയില്ല എന്ന് പറഞ്ഞു. എനിക്കിത് പഠിക്കണ്ടേ? നിങ്ങൾ ഈ പറയുന്ന പോലെ എൻ്റെ പിറകെ നടന്നാൽ ഞാൻ എവിടെയെല്ലാം പോയ സ്ഥലത്ത് ഒന്ന് ഡൽഹി പോയി ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടു. ഞാനൊരു മുഖ്യമന്ത്രിയല്ലേ, എനിക്ക് കാണണ്ടേ പ്രധാനമന്ത്രിയെ? അവിടെ നിന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയെ കണ്ടു, അത് കഴിഞ്ഞ് ധനകാര്യമന്ത്രിയെ കണ്ടു. ഞാൻ പോകുന്നിടത്തല്ല, ഒന്ന് വരുന്നു, റൂമിൽ കയറുന്നു, ഞാനൊന്ന് കുളിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് വേഷം മാറുന്നു, ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പോഴും വരുന്നു മൈക്ക്. ഇതിനും മാത്രം യൂണിറ്റ് ഉണ്ടോ നിങ്ങൾക്ക് എന്ന് അദ്ദേഹം സരസമായിട്ട് അദ്ദേഹം ചോദിച്ചു പോവുകയാണ്. അപ്പം അത് അവിടെ നിന്നോട്ടെ. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ED റെയ്ഡ് ഇവിടെ ഉണ്ടായ കഥ. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ പേക്കി പിടിച്ചിരിക്കുന്ന ചേട്ടന്മാരാ ഒരു വക മിണ്ടാട്ടമില്ലാത്ത പറയുന്ന ഭയങ്കര ബുദ്ധിജീവികൾ, സംസാരിക്കില്ല, ചിരിക്കില്ല. ഇപ്പം നമുക്കൊക്കെ ചിരിക്കാനുള്ള വക വി ഡി സതീശൻ നേരെ ചെല്ലുന്നു. നമസ്കാരം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി അടുത്ത് നിന്നിട്ട് നമുക്കേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED റെയ്ഡിന് അയക്കണം കേട്ടോ, നിങ്ങൾ ആ ഫോണിൻ്റെ അടുത്ത് കറക്കി ഒന്ന് വിളിച്ച് ED ഉദ്യോഗസ്ഥരോടുത്ത് പറയണം. ഇങ്ങനെ ഈ വി ഡി പ്ലസ് മോദി പ്ലസ് ഈ പറയുന്ന VD മോഡി ED ഇതായിരുന്നു ഇവിടെ പറഞ്ഞത്. എന്ത് തമാശയാണ്! കമ്മ്യൂണിസ്റ്റുകാരിപ്പോൾ ഭയങ്കര തമാശക്കാരാണ്. ഇത് ചിരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സതീഷ് ഏട്ടൻ പറഞ്ഞത്. സതീഷ് ഏട്ടൻ അത് പറഞ്ഞപ്പോഴത്തേക്ക് പത്രക്കാർക്കെല്ലാം അദ്ദേഹം എന്താ വീണ്ടും നമ്മളോട് സ്നേഹത്തിലായി. ശരിയാണ്, സ്നേഹത്തിലായി. ഇത് ഒരു തമാശ. ഈ പറയുന്ന രീതിയിൽ 10 വർഷം ഇവിടെ ഭരിച്ച ഒരു ഇടതുപക്ഷ സർക്കാർ, നമ്മൾ കയറിയിട്ട് 48 മണിക്കൂറായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ എറണാകുളത്തെ ആ മലയിടം തുരുത്തിലെ ആൾക്കാരുണ്ടല്ലോ, കുടികിടപ്പ് അവകാശവുമായുള്ളൊരു സമരം നടക്കുന്നില്ലേ, അവിടെ പോയിരിക്കുന്നു നമ്മുടെ 2 മന്ത്രിമാർ. എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി, തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്ന ഒരു മന്ത്രി. ഇവർ രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെയാണ് പോയിരിക്കണേ. 10 കൊല്ലം ഒരു ഭരിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? 48 മണിക്കൂറേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 48 മണിക്കൂറായ നമ്മൾ ഒന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് 10 കൊല്ലം ഭരിച്ച ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്ത് തമാശയാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഇപ്പൊ കാണിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷമാണെങ്കിലും ഞങ്ങൾക്കൊരു സമയം തരണ്ടേ, ഞങ്ങൾ വന്ന് ഇരുന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ 2 തമാശകൾ സഖാക്കളായിട്ട് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇത് ED അന്വേഷണം അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. ED അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കാനല്ലേ നിങ്ങൾ വന്നേ? എന്തായാലും ED അന്വേഷണം അതിൻ്റെ മുറയ്ക്ക് നടക്കും. അതാണ് എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ള ഒരു മറുപടി. 2, ഈ മലയിടം തുരുത്തിലെ വിഷയം അത് ഞങ്ങൾ അവരുമായി സംസാരിച്ച് അത് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കും. അപ്പോൾ ഇനി സതീഷ് ഏട്ടൻ മിണ്ടിയില്ല എന്ന പരാതി അവർക്ക് തീർന്നിട്ടുണ്ടാവോ? എന്തായാലും സതീഷ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ 1-2 കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തു. നിങ്ങളിങ്ങനെ ഞാൻ മിണ്ടിയില്ല എന്ന് പറയും. നമ്മൾ ഈ ക്യാബിനറ്റ് ബ്രീഫിംഗ് വരെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ക്യാബിനറ്റ് കൂടിയാൽ തന്നെ പത്രക്കാരെ അറിയിച്ചിരുന്നോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ? നിങ്ങൾ തന്നെ പറയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തല്ലേ അത് ഉണ്ടായിരുന്നേ? അതിനുശേഷം 10 കൊല്ലത്തിന് ശേഷമല്ലേ ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയല്ലേ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയല്ലേ? ഇപ്പം ഞാൻ ചോദിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്ന പരാതി തീർന്നില്ലേ? ശരി, ഒരു ഘട്ടം. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ചോദിച്ചില്ല എന്ന പരാതി നിൽക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടക്ക് പുറത്ത് എന്ന് ഞാൻ എന്തായാലും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തായാലും നിങ്ങളോട് കടക്ക് പുറത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളിതാ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞ ശേഷം മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഒരു പ്രമുഖ ലേഖകൻ നിന്ന് അങ്ങ് കത്തിക്കുകയാണ്. ഡെസ്കിൽ നിന്ന് ചോദ്യം വരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞല്ലോ, എന്താ പറയാനുള്ളത്? സീനിയർ റിപ്പോർട്ടറോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് വളരെയധികം കാതലായ മാറ്റം ഉണ്ടായിരിക്കുന്നു. ആ കാതലായ മാറ്റം ഇന്നലെ വരെ നമ്മളോട് പെരുമാറിയതുപോലെയല്ല ഇന്നിപ്പോൾ അദ്ദേഹം പെരുമാറുന്നത്. VD സതീശൻ മാറിയിരിക്കുന്നു, ആകെ മൊത്തം മാറിയിരിക്കുന്നു. ഇതാ പുതിയ കണ്ടുപിടുത്തം. VD സതീശൻ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റുന്നു, അദ്ദേഹം ശൈലി മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടുപിടുത്തം കൂടെ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ സതീഷ് ഏട്ടൻ മിണ്ടിയില്ല. സതീഷ് ഏട്ടൻ മിണ്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റി. ഏതായാലും കണ്ടുപിടുത്തങ്ങളൊക്കെ സൂപ്പറാണ്. ഇങ്ങനെ ഈ മാധ്യമ മേഖലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇങ്ങനെ കണ്ടുപിടുത്തം നടത്തി സതീഷ് ഏട്ടനെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെ ക്രൂശിക്കാനായി ഇറങ്ങിത്തിരിച്ചു എന്നുള്ള കാര്യം ഒരല്പം മിണ്ടാതിരുന്നാൽ മതി, ഉടനെ ഒരു പിണങ്ങും. അപ്പോൾ എന്തായാലും ആ പിണക്കം അദ്ദേഹം കുറച്ചൊന്ന് മാറ്റിക്കൊടുത്തു. ഏതായാലും നമ്മുടെ സതീഷ് ഏട്ടൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോട് പെരുമാറുന്നതിൻ്റെ ഡയറക്ടറുമായിട്ടും പ്രമുഖരായിട്ടുള്ള 2 മാധ്യമപ്രവർത്തകരുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണ് അവരൊക്കെ തന്നെ. അപ്പോൾ ഇവർ ഇരുന്ന് എന്തായാലും ഇവരൊക്കെ ഈ ഇണക്കമായാലും ഇതിനെ നമുക്ക് തീർക്കാനുള്ള വകുപ്പുണ്ട് സതീഷ് ഏട്ടാ എന്ന് പ്രസ് സെക്രട്ടറി നമ്മുടെ സുഹൃത്താ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രസ് സെക്രട്ടറിയുടെ മേളിലൊരു മറ്റു കാര്യങ്ങൾ ചുമതലകൾ നോക്കാനായിട്ടും ഒരാളുണ്ട്. ഏതായാലും അവരുടെയൊക്കെ ഉപദേശം കൃത്യമായിട്ട് അതിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 10 എത്രയെങ്കിലും നാളായിട്ട് MLA ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒന്നും പിണക്കാതെ കൊണ്ടുപോയി അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമല്ലോ, ശൈലി മാറ്റിയിരിക്കുന്നു പറയുന്നു. അടുത്ത കുത്തിത്തിരിപ്പിൻ്റെ ഒരു ചോദ്യം, ഈ പറയുന്ന EDയുടെ 12 ഇടങ്ങളിലെ റെയ്ഡ് നടന്ന സമയത്ത് നിങ്ങളുടെ പോലീസ് നിഷ്ക്രിയമായിരുന്നില്ലേ? പോലീസ് ഇവിടെ ആകെ ബേക്കറി ജംഗ്ഷനിൽ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വീടിന് മുന്നിൽ എത്ര പേരാണ് അവിടെ ഉണ്ടായിരുന്നത്? 50 പോലീസല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചോദ്യം.
ഇതാ നമ്മുടെ സതീഷ് ഏട്ടൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്ന സതീഷ് ഏട്ടൻ്റെ വാക്ക് എന്ന് വെച്ചാൽ ഇത്രയും സ്തുത്യർഹമായ ഒരു സേവനം പോലീസ് വകുപ്പ് ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രി അവരെ വിളിച്ചു, അവർ കൃത്യമായി വന്ന് നിന്നു, അവരെയെല്ലാം പിന്നെ ഈ പറയുന്ന ED അറ്റാക്ക് ചെയ്ത അവരെയെല്ലാം പിടിച്ചു പൂട്ടിയിട്ടുണ്ട് എന്നുള്ള മറുപടി. അതായത് അദ്ദേഹം കൂടെ ഒരു 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 എന്തോ പറയുക, അദ്ദേഹത്തിൻ്റെ വക ഒരു സമ്മാനം, അദ്ദേഹത്തിൻ്റെ വക ഒരു കോംപ്ലിമെൻറ്റ്സ് നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്കും പോലീസ് വകുപ്പിന് നൽകുന്നു. ഇതാ ആ ഒരു എന്താ പറയുക, അങ്ങനെ അത്തരത്തിലൊരു കുരുട്ട് പരിപാടിയിലൂടെ അടുത്ത അടിയുണ്ടാക്കാം, തമ്മിത്തലുണ്ടാക്കാം. രമേശ് ചേട്ടനെ, അവരുടെ ഭാഷയിൽ തന്നെ രമേശ് ചേട്ടനെ സതീഷ് ചേട്ടനെ കൊണ്ട് അടുപ്പിക്കാനുണ്ടായിരുന്ന ഒരു ശ്രമം പോളിങ് പാളീസായി. ഏതായാലും മന്ത്രിസഭയുടെ കെട്ടുറപ്പോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്കൊരു സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്കിനി അടുത്ത കണ്ടുപിടുത്തം ഇവരെന്താണ് നടത്താൻ പോകുന്നതെന്നുള്ള മാധ്യമപ്രവർത്തകർ, ഞാൻ പറയുന്നതല്ല മാപ്രകളെന്ന്, ഞാൻ ഒരിക്കലും മാപ്രയെന്ന് പറയില്ല, ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇനി അടുത്ത കഥ എന്തുണ്ടാക്കാൻ പോകുന്നുവെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.